ഇന്നലെ അമൃത ഹോസ്പിറ്റലിൽ ശ്രീമതി ഉഷ ജോസഫിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, അവർ പറഞ്ഞു ചെറിയ ഒരു കൂലി ലഭ്യമായാലും ഒരു ചെറിയ വേതനത്തിന് ഞാൻ ഏതൊരു പണിക്കും, അതായത് വീട്ടുജോലി ഉൾപ്പെടെ ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തി മക്കളെ നോക്കി മകനെ നോക്കി മുന്നോട്ട് വന്ന ആ അമ്മ പറഞ്ഞത്, എൻ്റെ മകന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വീട്ടിലെ നിത്യനിദാന ചിലവ് തികയാത്തത് കൊണ്ടാണ് അതായത് വളരെയധികം അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള വേദനകളെ വിശദീകരിച്ചു. ഞാനത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഇനി ആവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും അവരുടെ വേദനയും ആ കുടുംബത്തിന്റെ ദൈന്യതയും കണ്ടതാണ്. അവര് അമൃത ഹോസ്പിറ്റലിൽ ഇന്ന് ശസ്ത്രക്രിയക്ക് വിധേയയാവുകയാണ്. അപ്പോൾ യാതൊരു തെറ്റും ചെയ്യാത്ത കേരളത്തിലെ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ, അവന്റെ ജീവിത മാർഗത്തെ, അവന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇത്തരം ഒരു സാഹചര്യം കേരളത്തിൽ മുഖ്യമന്ത്രി സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിട്ടും അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കാത്തത്. ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടായിരുന്നുവെങ്കിൽ വീണ രാജിവെച്ച് എന്നോ ഒഴിയേണ്ടതായിരുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 2 സ്ത്രീകൾ അവരുടെ പ്രസവാവസ്ഥയിലാണ് മരണപ്പെട്ടത്. അത് മാസങ്ങൾക്ക് മുൻപായിരുന്നു. ഇപ്പൊ 2 പേർ മരണമടഞ്ഞു കഴിഞ്ഞിട്ടും ഹരിപ്പാട് ഡയാലിസിസിന് വേണ്ടി പോയി ഡയാലിസിസ് ചെയ്യുന്നതിനിടയിൽ തന്നെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഉപജീവന മാർഗം തേടിയിരുന്ന ആളായിരുന്നു മിസ്റ്റർ മജീദ്. ആ മജീദും ഹരിപ്പാടിലെ ആശുപത്രിയിലെ വൈകല്യം കൊണ്ട്, ഡയാലിസിസിന്റെ പിഴവ് കൊണ്ട്, ആ ഹരിപ്പാടിൽ അദ്ദേഹത്തിന് നീതി കിട്ടാതെ രോഗം അത്രയും മാരകമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലെ അധികൃതർ ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ കാർഡുണ്ടോ? കാർഡ് ഇല്ലെങ്കിൽ ഉടൻ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. ഇത് തന്നെയാണ് മജീദിന്റെ കുടുംബത്തോടും പറഞ്ഞത്. അപ്പോൾ ഡയാലിസിസിന്റെ പിഴവ് മൂലം, ആ ആശുപത്രിയുടെ പിഴവ് മൂലം വലിയൊരു ആശുപത്രി എന്ന് പറഞ്ഞ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെയും ആ മനുഷ്യരോട് നീതി പുലർത്താൻ സാധിക്കുന്നില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കുന്നില്ല. അവർ അറ്റൻഡ് ചെയ്യാൻ ആളുകളില്ല എന്നുള്ള ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ തുടരുകയാണ്. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാൽ, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരു സർജറിക്ക് വിധേയനായാൽ നിങ്ങൾ തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ല എന്നുള്ള സൂചനയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൂടെ നൽകുന്നത്.